തൊട്ടടുത്തായിട്ട് ചില ഡിഫൻസ് ഓഹരികളിലേക്കാണ് വരുന്നത്. ആദ്യത്തേത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് അഥവാ BHELലേക്കാണ് വരുന്നത്. BHELനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 2% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു സെപ്റ്റംബർ ലാസ്റ്റ് മുതൽ ഒരു അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം പല തവണയായിട്ട് വോളറ്റിലിറ്റിയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും മറ്റ് ഓഹരികളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഭേദപ്പെട്ട നിലയിലൊരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന ഓഹരി കൂടിയാണ് BHEL. സോ BHELലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BHELന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ മേജർ സപ്പോർട്ട് ഏരിയ 265 ആയിരിക്കും. അൺലേഡിലേക്ക് തിരിച്ചു വരുന്നതിന് മുൻപ് നമ്മൾ ഇതേ ഫോറത്തിൽ നമ്മൾ ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇൻഫാക്ട് ഡിഫൻസ് സെക്ടറിൽ നമ്മൾ ഏറ്റവും അധികം ഔട്ട് പെർഫോമൻസ് കണ്ട ഒരു സ്റ്റോക്സ് ആയിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡ്, മാസിഗോൺ ഡോക്ക് ആൻഡ് ഗാർഡൻ റീച്ച്. സോ ആ ഒരു ശക്തമായ അപ്വേർഡ് മൂവ്മെന്റ് തുടർന്ന് നമ്മളിപ്പോൾ അലേർട്ടിൽ ആയിരിക്കണം. ഈവൻ ദോ ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സ്റ്റോക്സിന്റെ ഒക്കെ ബോട്ടം കണ്ടു കഴിഞ്ഞു എന്ന്. നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 1720, അതിനുശേഷം 1780. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. മാസിഗോൺ ഡോക്കിന്റെ കേസിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 2690, അതിനുശേഷമുള്ള 2920. ആൻഡ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരേ ഒരു റെസിസ്റ്റൻസ് 2620. 2620 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും.